ഹായ് ഫ്രണ്ട്സ്, കുണ്ടാട ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വേമ്പനാട്ട് കായലിൽ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, കരിമീൻ ഉണ്ടോ നോക്കി വന്നിരിക്കുകയാണ്. കരിമീൻ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. ചൂണ്ടയിട്ടേ കരിമീൻ പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ശകലം പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, കരിമീൻ അടുക്കണമല്ലോ. നമ്മൾ ചൂണ്ട ഇടുമ്പോഴത്തേക്കിനെ ആ ഭാഗത്ത് കരിമീൻ വരണമല്ലോ. അപ്പം നമ്മൾ കുറച്ച് തീറ്റയൊക്കെ അങ്ങോട്ട് ഇടണം. അപ്പോൾ നമ്മൾ ഇടുന്ന തീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കയാണ്. അപ്പം നമുക്ക് പയ്യെ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് കക്കയെല്ലാം പൊട്ടിച്ച് വേണം. പൊട്ടിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ അടിച്ച് കഴിയാൻ പൊട്ടിയത്. ഇത് കണ്ടോ, ഇതെടുക്കുക. കണ്ടോ, ഇതിൻ്റെ മാംസം കണ്ടോ, ഇതിനൊരു ഉളുമ്പുണ്ട്. അപ്പം നമുക്ക് അടുത്ത എടുക്കുക. 2-3 എണ്ണം പൊട്ടിച്ചതുപോലെ അങ്ങോട്ട് ഇടണം. അപ്പം നമ്മളത് ഇത് കണ്ടോ, പൊട്ടിച്ച് എല്ലാം റെഡിയാക്കി. കണ്ടോ, കാണാവോ? ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ അങ്ങോട്ട് കായലിലോട്ട് ഇടും. കണ്ടല്ലോ, ദേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വയ്യെ തുടങ്ങാം. കൂട്ടുകാരെ, ഇത് വേമ്പനാട്ടുകാരാണ്. കണ്ടോ, ഇത് കണ്ടോ, നല്ല മഞ്ഞാണ്. ഇപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, വേമ്പനാട്ടുകാരിൽ നമ്മൾ രാവിലെ വന്നതാണ്. കരിമീൻ കിട്ടുമല്ലോ എന്ന്. കരിമീൻ ഇവിടെ കാണും, കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ അധികം ചൂണ്ടക്കാർ ശല്യമൊന്നും കാണത്തില്ല. പിന്നുള്ളത് വലക്കാരാണ്. വല വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കാണത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം. കണ്ടോ, ആ കാണുന്നത് കുമരകമാണ്. കണ്ടോ, അതൊക്കെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, നമ്മൾ നീണ്ടു കിടക്കുകയാണ് കായൽ. കണ്ടോ, മഞ്ഞ, അത് കാരണം കറക്റ്റായിട്ടൊന്നും കാണത്തില്ല. അപ്പം നമുക്കേതായാലും തുടങ്ങാൻ പരിപാടി. നമുക്കേ തുടങ്ങാം. ഉണ്ട്. വല ഇട്ടുണ്ടോ? എന്തോ പൊറ്റിയായിരുന്നു, അതിന് തീറ്റ് പോയി. ഞാൻ ഒറ്റച്ചാല് കാരണേ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നത് പോകുന്നുള്ളൂ. ഉണ്ടോ, കക്ക കൊടുത്ത് ഇപ്പോൾ ഉണ്ട് മച്ചാന്മാരെ. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കരിയമ്പളത്തെയാണോ? അടിപൊളി കരിയമ്പളത്തെ. കരിയമ്പളത്തെ നമുക്ക് കുലച്ച് കണ്ടോ കണ്ടോ കണ്ടോ. കണ്ട, സെറ്റപ്പ് സാധനം. നമ്മുടെ വല കാത്തോട്ട് ഇട്ടേക്കാം. വല നനച്ചു പോലുമില്ല. കണ്ടോ,
സാധനം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയ കാറ്റും തുടങ്ങി. ഇവിടെ 10 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കാറ്റാണ്. നേരത്തെ കാറ്റ് തുടങ്ങി. ഇതുകൊണ്ടോ നമുക്ക് ഇവിടുന്ന് മാറിയിരിക്കാം. ഇവിടെ ഭയങ്കര കാറ്റും കൊത്തും കുറവാണ്. അപ്പം നമുക്ക് ആ കാറ്റുമറയത്തെങ്ങാനും പോയിരിക്കാം. പോയി കുത്തുന്നുണ്ട്. ഉണ്ട് കരിമീൻ ഉണ്ട്. ഞാനടുത്തൊന്നും ഇല്ലായിരിക്കുന്നു. നീ വരുന്നുണ്ടോ? ഇടുക്ക സാധനം കണ്ടോ? ഈ നൂല് സൂക്ഷിച്ചില്ലേ ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അടുത്തത് വരുന്നുണ്ട്. അടുത്തത് കണ്ടോ? അടുത്തത് വരുന്നുണ്ട് മച്ചാമാരെ. അടുത്തത് വരുന്നുണ്ട്.
അടുത്ത സാധനം ഉണ്ടാ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കാരണേ വീഡിയോ ഒക്കെ എങ്ങനെ ആകുമെന്നറിയില്ല. നമ്മുടെ ഇതിൻ്റെ നാക്കില്ലേ, നാക്കയിൽ കൂടെ കയർക്കണം. കണ്ടോ, കാണാവോ? ഇതുണ്ടോ നാക്കയിൽ, ഇതിൻ്റെ നാക്കയിൽ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചൂണ്ട നമ്മൾ എറിയുമ്പോഴത്തേക്കിന് കക്ക അങ്ങ് പോകും. കാരണം നാക്കിന് ശകലം കട്ടിയുണ്ട്. അപ്പം നാക്കെ കൂട്ടിയിരിക്കണം. അടുത്തത് വരുന്നുണ്ട് മച്ചന്മാരെ, അടുത്തത് വരുന്നുണ്ട്. ചെറുത് വെള്ളം, ചെറിയ വെള്ളത്തിൽ ഇതുണ്ടോ, ചെറുതാ. ഇതുണ്ടോ, ആ ചെറുതെങ്കിൽ ചെറുത്. നമ്മളവിടുന്ന് പെട്രോളും കത്തിച്ച് ഇവിടെ വന്നാലേ. വരുന്നുണ്ട് മച്ചന്മാരെ. പാലാണ് പാല്. അതാ ഇത്ര നേരം നമ്മളായിട്ട് കളിപ്പിച്ചത്. വരുന്നുണ്ട്. ഇനിയും പള്ളത്തിയാണെന്ന് തോന്നുന്നത്. 58 വരെ. പള്ളത്തിയ അല്ല, കുറുവ. ഉണ്ട്, ഇതിനെയും കളഞ്ഞേക്കാം. അത് പോയി, തന്നെ പോയി. അത് തന്നെ പോയി. അടുത്തത് ഉണ്ട് കരിമീൻ പള്ളത്തിയത്. അത് കരിമീൻ പള്ളത്തിയാണ്. അത് കരിമീൻ പള്ളത്തിയാണ്. അത് കരിമീൻ പള്ളത്തി കണ്ട. അടുത്തത് വരുന്നുണ്ട്. ചെറിയ വെള്ളത്തിൽ അല്ല പിന്നെയും പാരല്. പിന്നെയും പാരല്. ഇടയ്ക്ക് പരലും വേണം, എന്നാലേ കരിയും കൊത്തത്തുള്ളൂ. ആദ്യം എല്ലാം പേടിച്ച് മാറി നിൽക്കും. അടുത്ത വരുന്നുണ്ട്.
കൂട്ടുകാരെ അടുത്ത് കണ്ടോ അടുത്തത് ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത്. അപ്പം കൂട്ടുകാരതേ നമ്മൾ ചൂണ്ടയിട്ട് മീനുമായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കോട്ടയത്ത് നിന്ന് 5-6 പേര് സുഹൃത്തുക്കൾ ഇവിടെ വന്നായിരുന്നു. നമ്മുടെ സുഹൃത്തല്ല, അവർ ഇവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടാണ്. അവർക്ക് ഈ മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങ് കൊടുത്തേക്കുക. ഇപ്പോൾ 1 കിലോ മേളിലുണ്ട്. ഞാൻ 500 രൂപ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അവരുമായിട്ട് നമ്മൾ വില പേശുന്നതിന് നമ്മുടെ നാട്ടുകാർ കോട്ടയത്തുള്ളവർ പാമ്പാടി അല്ലേ, പാമ്പാടി എന്തേ ഇതുണ്ടോ അല്ല കിടക്ക സാധനമാണ്. അപ്പം നമുക്കിത് തൂക്കുന്നൊന്നുമില്ല. എൻ്റെ കണക്കൂട്ടിൽ ഒരു 1.5 കിലോയുടെ മേളിലുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുക. അപ്പം അതേ കാണിച്ചു ഈ മീൻ ഞങ്ങൾ മേടിക്കുകയാണ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന്, നമ്മുടെ കുട്ടനാടൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ജീവനുള്ള കരിമീൻ ഞങ്ങൾ മേടിക്കുകയാണ്. നല്ല മുഴുത്ത കരിമീൻ ഉണ്ട് അതിനകത്ത്. ഞാൻ ഊരുള്ള നോക്കി അപ്പം കൂട്ടുകാരെ നമ്മൾ ആ കരിമീനെല്ലാം കൊടുത്ത് നമ്മൾ 500 രൂപ പറഞ്ഞ് അവർ പറഞ്ഞ് 400 രൂപ തന്നു. പിന്നെ അവരുടെ ആഗ്രഹമല്ലായിരുന്നു, അത് കാരണം നമ്മളതൊന്നും കൊടുത്തിട്ട് പോകുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഇന്ന് വീഡിയോ എല്ലാം എടുത്തത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.